ഫിലിപ്പീൻസിൽ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തി. മിൻഡനാവോ മേഖലയിലെ മനായിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. പ്രാദേശിക സമയം രാവിലെ 9:43 ഭൂചലനമുണ്ടായത്. ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 300 കിലോമീറ്റർ ചുറ്റളവിലുള്ള തീരപ്രദേശങ്ങളെ അപകടകരമായ സുനാമി തിരമാലകൾ ബാധിച്ചേക്കാമെന്ന് US സുനാമി മുന്നറിയിപ്പ് നൽകി. സുനാമി സാധ്യത മുന്നിൽ കണ്ട് തീരദേശത്തെ ജനങ്ങളോട് ഉയർന്ന മേഖലകളിലേക്കോ ഉൾമേഖലകളിലേക്കോ മാറാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് പസഫിക് സുനാമി വാർണിംഗ് സെന്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 186 മൈലുകൾ അകലെ വരെ ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. ഇന്തോനേഷ്യയുടെ വടക്കൻ തീരമേഖലകളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാഴ്ചക്കിടെ ഫിലിപ്പീൻസിലുണ്ടാകുന്ന രണ്ടാമത്തെ ശക്തമായ ഭൂചലനമാണ് ഇന്നത്തേത്. സെപ്റ്റംബർ 30 6.9 തീവ്രതയുണ്ടായിരുന്ന ഭൂകമ്പത്തിൽ 72 പേർ മരിച്ചിരുന്നു. ദക്ഷിണ ഫിലിപ്പീൻസിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്തോനേഷ്യ, വടക്കൻ സുലാവേസി, പപ്പുവ മേഖലകളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയതായി ഇന്തോനേഷ്യയിലെ ജിയോഫിസിക്സ് ഏജൻസി അറിയിച്ചു. ഇന്തോനേഷ്യയുടെ തീരപ്രദേശങ്ങളിൽ 50 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഏജൻസിയുടെ മോഡലിംഗ് സൂചിപ്പിച്ചതായി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. തീരപ്രദേശത്തു നിന്ന് മാറാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെങ്കിലും ആർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി വിവരമില്ല. അതേസമയം ഭൂചലനത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഫിലിപ്പീൻസിലെ ഭൂചലനത്തിന് പിന്നാലെ ഇന്തോനേഷ്യയിലും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വടക്കൻ സുലാവേസിലും പപ്പുവയിലുമാണ് സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.